ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ആലില നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഞാനിപ്പോൾ ഒരു ക്യാൻവാസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നീളവും വീതിയും ഒന്ന് പറയാം. രണ്ടായിട്ട് മടക്കി വെച്ചേക്കണതിൻ്റെ നീളമാണ് കേട്ടോ പറയുന്നത്. ഒരു 9 ഇഞ്ച് നീളവും വരുന്നുണ്ട്, 4.5 ഇഞ്ച് വീതിയും വരുന്നുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് 6 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുക. അതിനുശേഷം അത് ആ ഫോൾഡഡ് സൈഡിലേക്ക് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക. എന്നിട്ട് താഴെ വരച്ചേക്കണ ലൈൻ കണ്ടില്ലേ, അവിടെ നിന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് ഒരു കോൺ പോലെ എടുത്തതിന് ശേഷം നമുക്ക് ആലിലയുടെ ഷേപ്പ് ഏകദേശം അറിയായിരിക്കുമല്ലോ, ആ ഒരു ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ആ ചോക്കും കൊണ്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ആലിലയുടെ നെക്ക് വരയ്ക്കുന്നത്. ഇനി പുറത്തേക്ക് ഞാനൊരു 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തുണിയിലേക്ക് വെച്ച് ഒട്ടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് എല്ലാ സൈഡിലും ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തും ഒരു പാലം പോലെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം മുകളിൽ ആ ഒരു പടി പോലെ നിർത്തി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് തുണിയിലേക്ക് വെക്കാനും ഒട്ടിക്കാനും ഒക്കെ എളുപ്പമുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് വരുന്നത്. ഇനി നമുക്കതൊരു പീസ് ലൈനിങ് ക്ലോത്തിലേക്കോ അല്ലെങ്കിൽ മെയിൻ ക്ലോത്തിൻ്റെ തുണി ബാക്കിയുണ്ടെങ്കിൽ അതിലേക്കോ ഒട്ടിച്ചെടുക്കാം. അതിൽ ഒരു വശം പശയുള്ളതും ഒരു വശം പശയില്ലാത്തതുമാണ്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ പശയുള്ള വശം നമ്മുടെ തുണിയിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ ഇട്ടതിന് ശേഷം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയാം. മുകളിലും ഒക്കെ കറക്റ്റാക്കി വെക്കുക. അതിന് ശേഷം ആ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഇട്ടില്ലേ, അതൊന്ന് ആ ഒരു ക്യാൻവാസിലേക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഒന്ന് കാണണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് എടുത്ത് വയ്ക്കാം. ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസിൽ നമ്മൾ ഓൾറെഡി ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി വേണ്ടത് അതിൻ്റെ സെൻറ്റർ ഒന്ന് കാണുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ യോജിപ്പിച്ച് വയ്ക്കുമ്പോൾ ഈ കഴുത്ത് കറക്റ്റായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററുകൾ മാർക്ക് ചെയ്യുന്നത്. ബാക്കി നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ കളയാമല്ലോ. അപ്പോൾ ഈ തുണിയുടെ സെൻറ്ററിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ആ തുണി ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് നമുക്ക് നഖം കൊണ്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങനെ വരയുമ്പോൾ അവിടെ ഒരു പാട് വീഴുമല്ലോ. അപ്പോൾ ഈ വൈറ്റ് കളറുള്ള തുണി ആയതുകൊണ്ട് അതിൽ ചോക്കും കൊണ്ട് വരയ്ക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വര കണ്ടില്ലേ സെൻറ്ററിലായിട്ട്, ആ വരയിലേക്ക് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലോ, അതൊന്ന് വെച്ച് കൊടുക്കുക. അപ്പം അതിൻ്റെ ഏറ്റവും താഴത്തെ ആ ഒരു കോർണർ പോലെ വരുന്നത് കറക്റ്റ് വരയിലാണോ എന്ന് നോക്കുക. അതിന് ശേഷം നമുക്ക് ആ സെൻറ്ററിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സെൻറ്ററിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതങ്ങനെ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അത് മാറില്ല ആ തുണി. പിന്നെ നമുക്ക് 2 സൈഡും സാവകാശം സ്റ്റിച്ച് ചെയ്ത് എടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ കോർണറിൽ കൊണ്ടുപോയി നിർത്തിയതിന് ശേഷം സൂചി കുത്തി ഇറക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ സ്റ്റിച്ച് ലെങ്ത്ത് കുറച്ചിട്ടിട്ട് ചെയ്യുക, എന്നാലാണ് നന്നായിട്ട് വളഞ്ഞ് ആ രീതിയിൽ വരികയുള്ളൂ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ക്യാൻവാസിൽ കയറാതെ വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് നമ്മൾ എവിടെയാണോ കൊണ്ടുവന്ന് നിർത്തിയത്, എവിടെയാണോ തുടങ്ങിയത് അവിടെ കൊണ്ടുവന്ന് നിർത്തുക. വേണമെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം, 2 സ്റ്റിച്ചൊക്കെ കൊടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ നടുക്ക് കുറച്ച് പീസ് ക്ലോത്ത് ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി അതിൻ്റെ താഴ്ഭാഗം ആ കോർണർ വരുന്ന ഭാഗം 2 സൈഡിലേക്കും കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഓരോ ചെറിയ ചെറിയ കട്ടുകൾ ഇടുക, എന്നാലാണിത് നന്നായിട്ട് തിരിഞ്ഞു വരുള്ളൂ. ഇതിപ്പോൾ ഫുള്ളായിട്ട് തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പതിച്ചടിക്കുമ്പോൾ. ഒന്ന് ആ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലും പിന്നെ ഒന്ന് അതിൻ്റെ ആ ഒരു എഡ്ജിൽ കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്, എന്നാലാണ് അത് നന്നായിട്ട് പതിഞ്ഞിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ
നെക്കെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വരയ്ക്കാൻ അറിയില്ല എന്നോർത്തുകൊണ്ട് ചെയ്യാതിരിക്കരുത്. ആദ്യമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടിയില്ലെങ്കിലും പിന്നെ കിട്ടിക്കോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല നെക്കാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഒരു കളറുള്ള ഷോളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല മാച്ചിങ്ങാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.